നമസ്കാരം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തേങ്ങ അരച്ച മീൻ കറിയാണ്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. മീൻ കറി വെക്കുന്നതിന് 10 മിനിറ്റ് മുമ്പായിട്ട് ചെറിയ ചൂടുവെള്ളത്തിൽ 3 കഷ്ണം കുടംപുളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് വെച്ചിട്ടുണ്ട്. ഈ കറിക്ക് ആവശ്യമായി 1/2 കിലോ കട്ല ഫിഷാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് കറിക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കാം. 5 ചെറിയുള്ളി നടുവേ കീറിയത്, 1 കപ്പ് തേങ്ങ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടീസ്പൂൺ സാദാ മുളക് പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്തത്, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവ പൊടിച്ചത്. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലിട്ട് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നല്ലൊരു പേസ്റ്റായിട്ട് ഇതുപോലെ അരച്ചെടുക്കണം. ഇനി നമുക്ക് ഈ അരപ്പും കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്ത് ഇളക്കിയതിന് ശേഷം ഫ്ലെയിം ഓൺ ആക്കാം. അരപ്പ് നമ്മളൊരു പാനിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നമ്മുടെ മിക്സിയുടെ ജാറ് കഴുകി 1 ഗ്ലാസ് വെള്ളം എടുത്താൽ മതി. അതിനകത്ത് കഴുകി ആ വെള്ളം കൂടെ ഇതിലൊഴിച്ചിട്ടുണ്ട്. നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്ത് അരപ്പിൻ്റെ കട്ടിയൊക്കെ നോക്കി ഇനി വെള്ളം ചേർക്കണോ ആവശ്യമുണ്ടോ എന്ന് നോക്കണം. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർക്കാം. കുതിർത്ത് വെച്ചിരുന്ന കുടംപുളി ആ വെള്ളത്തോടു കൂടി തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ചാറ് നന്നായിട്ട് ഇളക്കി ഇതിൻ്റെ എരിവ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. എരിവ് ഉപ്പും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. എരിവ് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് പച്ചമുളകിൻ്റെ അളവ് കൂട്ടി കൊടുക്കാം. ഞാൻ ഇവിടെ 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർക്കുന്നുണ്ട്. എരിവ് ആവശ്യത്തിനുണ്ടായിരുന്ന 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇനി ഇതിലേക്ക് ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ മീൻകറിക്ക് ആവശ്യമായ ചേരുവകൾ മിക്കവാറും എല്ലാം ചേർത്തിട്ടുണ്ട്. മീൻ ഒഴികെ ബാക്കിയെല്ലാം ചേർത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓൺ ആക്കാം. ഇപ്പോൾ നമ്മുടെ കറി തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് മീനിൻ്റെ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ മീൻ കുക്കായി വരുന്നത് വരെ അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം. ഏകദേശം ഒരു 3 മിനിറ്റ് കഴിയുമ്പം അടപ്പ് തുറന്നിട്ട് ചെറുതായിട്ടൊന്ന് ഇതുപോലെ ചുറ്റിച്ച് കൊടുക്കണം. നമ്മൾ സ്പൂൺ ഇട്ട് ഇളക്കി കഴിഞ്ഞാൽ മീനൊക്കെ പൊടിഞ്ഞു പോവും. സ്പൂൺ ഇട്ട് ഇളക്കുന്നതിന് പകരമായിട്ടാണ് ഇങ്ങനെ ചുറ്റിച്ച് കൊടുക്കുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു 9-10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. മീനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കറി ഒന്ന് തുറന്ന് വെച്ച് തിളപ്പിക്കാം. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് വറ്റിച്ചെടുക്കാം. തേങ്ങ അരച്ച മീൻകറി ആയതുകൊണ്ട് ഇതിൻ്റെ ചാറ് കുറുകി വരും ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിയുമ്പം. അതിനനുസരിച്ച് വേണം വറ്റിക്കാൻ. ഇപ്പോൾ കറി നന്നായിട്ട് കുറുകി വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കറിയിലേക്ക് താളിച്ച് കൊടുക്കാം. നിർബന്ധമില്ല, ഓപ്ഷണലാണ്. അഞ്ച് ചെറിയുള്ളി നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് താളിച്ചെടുക്കാം. ഇപ്പോൾ എല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. താളിച്ചത് ചേർത്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ കറി മൂടി വെക്കണം. 10 മിനിറ്റിന് ശേഷമോ കറി സെർവ് ചെയ്യുന്നതിന് മുമ്പോ ആയിട്ട് ഇളക്കി യോജിപ്പിച്ചാൽ മതി. ഇത് കറിക്ക് നല്ലൊരു ടേസ്റ്റും മണവും നൽകും. അടുത്ത ഒരു ഈസി റെസിപ്പിയുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.